ഞാൻ രമയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ നമ്മുടെ ഡോക്ടർ പിതാമഹൻ പത്രിജിക്ക് കോടി കോടി പ്രണാമം അർപ്പിക്കുകയാണ്. ഞാൻ സുപ്രിയജിയുടെ PMC മെഡിറ്റേഷൻ ക്ലാസ്സിൽ റെഗുലറായിട്ട് മോർണിംഗ് ക്ലാസ്സിൽ എന്നും ഉള്ള ഒരാളാണ്. പിന്നെ ആ മെഡിറ്റേഷനിൽ ഞാൻ വരാൻ കാരണം എനിക്ക് ഇതുപോലൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. ഒരു ആക്സിഡൻ്റ് അല്ല, ഒരുപാട് പ്രാവശ്യം ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. പക്ഷേ അവസാനത്തെ ആക്സിഡൻറ്റ് പറ്റുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. രണ്ട് സർജറിയൊക്കെ കഴിഞ്ഞു ഇതാണ്. പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ഡിസ്ചാർജായി വന്നിട്ടും എനിക്ക് ഭേദമാവാത്തത് കൊണ്ട് ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇങ്ങനെ 2.5 മാസം അഡ്മിറ്റായി. 2.5 മാസത്തോളം ഞാൻ അവിടെ കിടന്നിരുന്നു. പക്ഷേ അവിടെ വെച്ച് ഞാനിപ്പം അവിടെ ഇങ്ങനെ ഇരിക്കാൻ കാരണക്കാരിയാണ് സുമതിയെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. സുമതി അടുത്ത ബെഡിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സുമതിയാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ക്ലാസ് PMCയിലുണ്ട്, അതൊന്ന് കയറി കുറച്ചൊക്കെ ആശ്വാസം കിട്ടും, ഒന്ന് ശ്രമിച്ച് നോക്ക് രമ എന്ന് പറഞ്ഞു. ഞാൻ അതനുസരിച്ച് 2.5 മാസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ ജൂലൈയിൽ വന്നു. ആഗസ്റ്റിൽ ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മെഡിറ്റേഷനിൽ കയറുമ്പോൾ ഞാൻ ഇപ്പോഴും ഈ ഇരിക്കുന്നത് പോലെയല്ല, ഞാൻ അന്ന് കിടപ്പായിരുന്നു, ഫുള്ളായിട്ടും കിടപ്പായിരുന്നു. എണീറ്റിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അത്രയും പ്രശ്നങ്ങളുള്ള ഒരിതായിരുന്നു. കാല് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, നട്ടലിൻ്റെത്, അങ്ങനെ വലിയ പ്രശ്നമുള്ള ഒരു രീതിയിലാണ്. പക്ഷെ അന്ന് ഞാൻ കിടന്നും കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. അതിന് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഇപ്പം സുമതിയും സുപ്രിയാജിയുടെ ഒരു ധൈര്യം, സുമതിയുടെ ഒരു ധൈര്യം, ഇതൊക്കെ എന്നെ ഈ മെഡിറ്റേഷൻ ക്ലാസ്സിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. പിന്നെ അവർക്കൊക്കെ ഞാൻ ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. പിന്നെ അതിനുശേഷം ഞാൻ മെഡിറ്റേഷനിൽ ഞാൻ ഇന്നും റെഗുലറായിട്ട് മോർണിംഗ് ക്ലാസ്സിൽ ഞാൻ കയറുന്നുണ്ട്. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നു. ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ അത് പറയാൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമോ എന്താണെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ഞാൻ മാറിയിരിക്കുകയാണ്. വിഷമിക്കുമ്പോഴൊക്കെ സുമതി പറയും, എല്ലാം പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി മാത്രം കാണുക, നമുക്കൊന്നും നടക്കില്ല അങ്ങനെ ഒന്നും ചിന്ത വേണ്ട, നടന്നു എന്ന് തന്നെ വിചാരിക്കുക. ഇപ്പോഴും ഒരുപാട് മാനസിക പ്രശ്നങ്ങളുള്ള ഒരാളാണ്. പക്ഷെ ഞാനിപ്പോൾ എല്ലാവരോടും ചിരിച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത് ഇപ്പം ചിന്തിക്കാറില്ല. സുപ്രിയാജി പറയും പോലെ നമ്മൾ അതൊക്കെ ഓർക്കാണ്ട് നമുക്ക് മുന്നോട്ടുള്ളൊരു ജീവിതം അത് നമ്മൾ കരസ്ഥമാക്കുക. അങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാം ഇപ്പം ഞാൻ പഴയതുപോലെ ഞാൻ എപ്പോഴും കരയുന്ന ഒരാളായിരുന്നു. കരയും വേദനകൾ സഹിക്കാൻ വരുമ്പോൾ കരഞ്ഞു പോകാറുണ്ട്. അത്രമേൽ ഞാൻ വേദന അനുഭവിച്ച ഒരാളാണ്. 4 പ്രാവശ്യം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട ഒരാളാണ്. അപ്പോൾ അത്രയും പരീക്ഷണങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഇപ്പം ഞാൻ ശരിക്കും ഒരു എനിക്ക് എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് കഴിയും എന്നുള്ളത്. നേരത്തെയൊക്കെ എനിക്ക് അതിനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമല്ല, എനിക്ക് ഭയമായിരുന്നു, എല്ലാത്തിനും ഭയമായിരുന്നു. അത് ചെയ്താൽ ശരിയാവും, ഇത് ചെയ്താൽ ശരിയാവും, അങ്ങോട്ട് പോയാൽ പറ്റുമോ, ഇങ്ങോട്ട് പോയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു സംശയവും പേടിയും ഭയവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊന്നുമില്ല. അതിന് എല്ലാം എനിക്ക് ഈ PMCയുടെ മെഡിറ്റേഷനിൽ നിന്ന് കിട്ടിയ ഒരു ധൈര്യവും ക്ഷമയാണ് കൂടുതൽ. ഇപ്പോൾ ക്ഷമയാണ് എന്നെ, ഈ ക്ഷമയും ഈ ധൈര്യവും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നേരത്തെ ഒന്നും ഞാൻ അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഈ PMCയിൽ മെഡിറ്റേഷനിൽ വന്നതിന് ശേഷം എനിക്ക് വന്ന അനുഭവങ്ങൾ ഇതൊക്കെയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ. നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ പറഞ്ഞു തന്ന അത് സുമതിയാണ്. പക്ഷേ പല സാഹചര്യങ്ങളിലും ഞാൻ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങളിലും ഞാൻ അത് ഓർത്തെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ പലയിടത്തും രക്ഷിച്ചിട്ടുണ്ട് ഓരോ കാര്യത്തിൽ. സുമതി പറയുന്ന ആ വാക്കുകൾ, സുപ്രിയാജി പറയുന്ന ആ വാക്കുകൾ, അതൊക്കെ പല സമയങ്ങളിൽ നമ്മളെ ഉള്ളിൽ ഓർമ്മയായിട്ട് നിൽക്കുന്നത് കൊണ്ട് പല സാഹചര്യത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാനും പല കാര്യങ്ങളും നമ്മളെ അലട്ടാതെ മുന്നോട്ട് നയിക്കാനും അത് ഉപകരിച്ചിട്ടുണ്ട്. ഞാൻ കിടന്നുകൊണ്ട് തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും എനിക്ക് ധൈര്യം തന്നിട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷനിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ വീട്ടിലെ സാഹചര്യങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പം
ഒരാൾ എന്നോട് നമ്മളെപ്പറ്റി എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കുന്ന ഒരു രീതിയിൽ ആണ് ഒരു ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. കാര്യം നമ്മൾ മറുപടി പറയുകയും ചെയ്യും. പക്ഷേ ഞാൻ മെഡിറ്റേഷനിൽ വന്നതിന് ശേഷം എനിക്ക് എന്തോ ക്ഷമ എവിടെ നിന്നാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല. തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇത് നിന്ന് വിട്ട് കഴിഞ്ഞു. കാര്യം തിരിച്ച് ഞാൻ മറുപടി കൊടുക്കാത്ത ഒരവസ്ഥയിലോട്ട് പോയി. കാര്യം അത്രയും ക്ഷമ എനിക്ക് ഈ മെഡിറ്റേഷനിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയിരിക്കുന്നു. അതല്ലാതെ എനിക്ക് ധൈര്യം, അതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എനിക്ക് ഇത്രയും ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് തന്നെ എനിക്കറിയത്തില്ല. കാര്യം അതും ഇവിടെ പലരും എന്നോട് പറയാറുമുണ്ട്, ഇത്രയും ധൈര്യം അമ്മയ്ക്ക് എങ്ങനെ വന്നു. മക്കളൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെ വന്നു ഇത്. അങ്ങനെ ഒറ്റയ്ക്ക് പോകാനും, ഞാൻ ഒറ്റയ്ക്കൊന്നും അങ്ങനെ ഒരിടത്തും പുറത്ത് പോകാത്ത ഒരാളാണ്. പക്ഷേ ഒറ്റയ്ക്ക് ഇറങ്ങി പോകാനുള്ളൊരു മനസ്സ്, മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിന് ഏർപ്പെടാനുള്ളൊരു മനസ്സ്, അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ധൈര്യം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാര്യം എന്തും നേരിടാനുള്ളൊരു ശക്തി. പിന്നെ പിറകോട്ടൊന്നും ചിന്തിക്കാറില്ല. ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ എല്ലാം ചിന്തിക്കാറുള്ളൂ. മുന്നോട്ടുള്ള ഒരു വിജയം മാത്രമാണ് ഞാൻ ഇപ്പോഴും മനസ്സിൽ കാണുന്നത്. അതിനെല്ലാം സുപ്രിയാജിയോടും സുമതിയോടും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാര്യം ഇനിയും അങ്ങോട്ട് പോകും തോറും നമ്മുടെ മനസ്സും ശരീരവും ഇപ്പോൾ എനിക്ക് ഞാൻ എണീറ്റിരുന്ന എല്ലാം ചെയ്യുന്നത് ഇപ്പം കുഴപ്പമൊന്നുമില്ല. എനിക്ക് എല്ലായിടത്തും ഇറങ്ങി പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് പോയി കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അല്ലാതെയും ഞാൻ എൻ്റെ മക്കളെ കൂടെയും പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ, എനിക്ക് ഒരുപാട് പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കാര്യം അത്രയും മേലെ ഞാൻ ഈ PMC മെഡിറ്റേഷനെ സ്നേഹിക്കുന്നുണ്ട്. അത്രയ്ക്കും കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാര്യം ഒരാൾ പറഞ്ഞു തരുന്ന ഒരു വാക്ക് അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ പിന്നെ ഉറച്ചിരിക്കുക. കാര്യം എപ്പോഴും ഏത് സാഹചര്യത്തിലും പ്രശ്നങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ വാക്കുകൾ എന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. കാര്യം അത്രമേൽ എനിക്ക് ഈ മെഡിറ്റേഷൻ ഉപകാരപ്പെടുന്നുണ്ട്. കിടന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത ഞാൻ ഇപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ. അപ്പോൾ അത് PMCയുടെ നമ്മുടെ സുപ്രിയാജിയുടെ മെഡിറ്റേഷനിൽ നിന്ന് കിട്ടിയ ഒരു ധൈര്യമാണ് എനിക്ക്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടെന്ന് സ്വയം എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇനി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മെഡിറ്റേഷൻ ഞാൻ മുടക്കാതെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എന്നെ കൊണ്ടുവന്ന സുപ്രിയാജിക്കും സുമതിക്കും ഒരുപാട് താങ്ക്സ്. ഇതിലുള്ള എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. ഇനിയും എനിക്ക് കുറച്ചുകൂടെ ധൈര്യം കൂടട്ടെ. എല്ലാം ചെയ്യാനുള്ളൊരു മനസ്സ് വരട്ടെ. എല്ലാം പോസിറ്റീവായി മാത്രം ചിന്തിക്കാനുള്ള ഒരു ഇത് തരട്ടെ. അത്രത്തോളം ഞാൻ PMCയിൽ നിന്ന് ഒരുപാട് നന്മകൾ ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ആ PMCയുടെ മെഡിറ്റേഷനിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായി. പക്ഷെ എല്ലാം നല്ലതായിരുന്നു. ഇപ്പോഴെനിക്ക് കരയാറില്ല. എപ്പോഴും ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നും ഓർക്കാറില്ല, കാര്യം ഓർക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നമുക്ക് ധൈര്യം തന്നു, ക്ഷമ പഠിപ്പിച്ചു, ധൈര്യം ഉണ്ടായി, സ്വന്തമായിട്ട് എല്ലാം ചെയ്യാനുള്ളൊരു ധൈര്യം വന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് PMCയിൽ നിന്ന് കിട്ടിയതാണ്. അതിനത്രയും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. PMC മെഡിറ്റേഷൻ സുപ്രിയാജിക്കും സുമതിക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു. ഒരുപാട് നല്ല അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ. കാര്യം ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തന്നെ കാരണം അത്രത്തോളം ഞാൻ 6 മാസത്തോളം കിടപ്പിലായിരുന്നു. ആ കിടപ്പ് കഴിഞ്ഞ് ഞാനിപ്പോൾ എണീറ്റിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഞാൻ എൻ്റെ ആവശ്യത്തിന് പോകുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഒരിടത്തും ഇറങ്ങാറില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. മെഡിറ്റേഷനിൽ നിന്ന് കിട്ടിയതാണ് ഇതെല്ലാം. അപ്പം ഇതിനെല്ലാം ഞാൻ താങ്ക്സ് പറയുകയാണ്. ഒരുപാട് PMC താങ്ക്സ്, മെഡിറ്റേഷന് താങ്ക്സ്, സുപ്രിയാജിക്കും. എത്ര പറഞ്ഞാലും താങ്ക്സ് പറഞ്ഞാലും തീരില്ല. കാര്യം അത്രത്തോളം സുപ്രിയാജി സുമതി എന്നെ കൈപിടിച്ച് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ആത്മധൈര്യം, അതാണ് ഏറ്റവും വലുത്. എല്ലാവർക്കും താങ്ക്സ് പറയുന്നു.